അപ്പോ സുഹൃത്തുക്കളെ, പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞിട്ട് പുലി വന്നില്ല. ഹൈഡ്രജൻ ബോംബ് വെന്തിട്ടില്ല, അതുകൊണ്ട് വിളമ്പാൻ പറ്റില്ല. പക്ഷേ ഞാൻ സംസ്ഥാനങ്ങൾ തോറും കുരച്ചുകൊണ്ട് നടക്കും, എന്നോടാരും ഒന്നും ചോദിക്കരുത്. നമസ്കാരം. അപ്പോ ഞാൻ രാഹുൽ ഗണ്ഡി എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ പലർക്കും പല വിഷമങ്ങളുമുണ്ട്, എതിർപ്പുകളുമുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാം. അപ്പോ ഇദ്ദേഹം ഹൈഡ്രജൻ ബോംബുമായിട്ട് വരും എന്നുള്ളതായിരുന്നു ഇന്നലെയൊക്കെ പ്രചരിച്ചിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ ഹൈഡ്രജൻ ബോംബ് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു നടന്നിട്ട് പക്ഷേ പുലി വന്നില്ല. ഹൈഡ്രജൻ ബോംബ് വെന്തിട്ടില്ല, അതിനുള്ള വിളനിലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പല കാര്യങ്ങളും ഇന്ന് പ്രസ് മീറ്റിൽ അവതരിപ്പിച്ചു. അതായത് അനന്ത് അതുപോലെ തന്നെ രജൗരി എന്ന് പറയുന്ന രണ്ട് മണ്ഡലങ്ങളിലെ കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. രണ്ടുപേരെ എവിടെന്നോ കൊണ്ടുവന്ന് തെളിവ് എന്ന് പറയുന്ന രീതിയിൽ, വോട്ട് കട്ടായിപ്പോയ ആളുകൾ എന്ന് പറയുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. 6000-ഓളം വോട്ടുകൾ, അതും പ്രധാനമായിട്ട് പറയുന്നത് പെട്ടെന്ന് ഒരു നിമിഷം ധാരാളം വോട്ടുകൾ ചേർക്കപ്പെടുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു നിമിഷം കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ടുകൾ ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കപ്പെടുന്നു. അതൊരു പ്രത്യേകതരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇന്ന് ഉന്നയിച്ചത്. അതായത് EVM എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് ഇനി മിണ്ടിപ്പോകരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഇനി ഏതായാലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ട് ചേർക്കലും വോട്ട് കട്ട് ചെയ്യലും, അതും കോൺഗ്രസ് അനുഭാവികളുടെ മാത്രം തെരഞ്ഞു പിടിച്ച് കട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ മോദിജി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് ഗ്യാനേഷ് കുമാർജി, അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം വെച്ചാണ് ഇന്ന് അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമം നമ്മളുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതില് പ്രധാന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞത്, ഈ വോട്ട് അപ്രത്യക്ഷമാവുന്നതും പുതിയതായിട്ട് ചേർക്കപ്പെടുന്നതും പെട്ടെന്ന് ആരും അറിയാതെ, അതും കർണാടകയിലെ ആ ഒരു മണ്ഡലത്തില് കർണാടകയ്ക്ക് പുറത്തുള്ള നമ്പറുകളിൽ നിന്നും സംഭവിക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തോടൊപ്പം ആ ഒരു സംഭവം നടന്നപ്പോ ഈ കർണാടകയിലെ CID ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതായത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണല്ലോ CID എന്ന് പറയുന്നത്. അതായത് കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ കർണാടക പോലീസിന്റെ ഒരു വിഭാഗമാണ് കർണാടകയിലത്തെ ഈ CID എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ തന്നെ പോലീസാണ്. അപ്പോൾ അവര് 18 തവണ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തിട്ടും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് മറുപടി കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, മുഖം തിരിച്ചു നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണക്കാര് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരും, അതായത് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്, ഇപ്പോൾ നേപ്പാളിലെ വിദ്യാർത്ഥികളാണ് കലാപത്തിന് മുന്നിട്ടിറങ്ങിയത്. ബംഗ്ലാദേശിലും ഇതുപോലെ തന്നെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് കലാപത്തിന് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ട് ശ്രമിക്കുന്നത്, യുവാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യുവാക്കൾ ഇത് ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഗതികേട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ ഏജൻസികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. കാരണം കഴിഞ്ഞ ദിവസം അഫ്രീദി പറഞ്ഞു, നമ്മളുടെ ഡാർലിംഗ് ആണ്, പാകിസ്ഥാന്റെ ഡാർലിംഗ് ആണ് രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആവണം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പൊ ഡീപ് സ്റ്റേറ്റ് ആണോ അതോ ജിഹാദികളാണോ ഇവർക്കൊക്കെ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ സംശയമായിരിക്കുന്ന അവസ്ഥയാണ്. ഏതായാലും അവർക്കൊരു സ്പോൺസർ ഉണ്ട്. ആ സ്പോൺസറുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുത്തു എന്ന് കാണിക്കണം എന്നുള്ള ആ ഒരു ഗതികേട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് മണ്ടത്തരം വിളിച്ചു പറയണം ഒരു ആൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്വയംഭരണാധികാരമുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രപതിക്കാണ്, പ്രധാനമന്ത്രിക്ക് പോലും അല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിന്റെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ഷൻ കമ്മീഷനിലോട്ട് ലെറ്റർ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇതില് എത്രത്തോളം മണ്ടത്തരമുണ്ട്. ജനങ്ങളെ ചതിക്കാൻ, വഞ്ചിക്കാൻ, കബളിപ്പിക്കാൻ ഈ മഹാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. 18 ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ, പക്ഷേ ഈ 18 ലെറ്ററിനും മറുപടി കൊടുക്കുകയോ അത് തിരിഞ്ഞു നോക്കുകയോ ചെയ്യേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷനില്ല. അപ്പോ ഇങ്ങനെയുള്ള ആനമണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. കാരണം ഈ കർണാടക പോലീസിൽ ആരെങ്കിലും പോയി ചോദിച്ചോ 18 ലെറ്റർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കോൺഗ്രസിന്റെ സർക്കാർ അവിടെ നിലനിൽക്കുമ്പോൾ അവരുടെ പോലീസ് എന്തുത്തരം കൊടുക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോ ഈ കർണാടക പോലീസ് 18 തവണ ലെറ്റർ കൊടുത്തിട്ട് ഇതുപോലെ ഒരു മറുപടിയും വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടതാരാ? ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന, ഏറ്റവും തീവ്രമായിട്ട് സംസാരിക്കുന്ന DK ശിവകുമാറൊക്കെ വായിൽ പഴം തിരികെ വെച്ചേക്കായിരുന്നു. അവരൊന്നും പറയാത്തത് എവിടുന്നോ കൊണ്ടുവന്ന് മലേഷ്യയിൽ നിന്ന് കിട്ടിയതാണോ ഈ വിവരങ്ങള്? കുറെ വിദേശ ട്രിപ്പുകൾ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെയുള്ള ജനങ്ങളെ വഞ്ചിക്കാനുള്ള, തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുത്തെ യുവാക്കളെ തെരുവിലേട്ടിറക്കാനുള്ള ഒരു ശ്രമം നടത്തുക മാത്രമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ പ്രസ് മീറ്റ് പെട്ടെന്ന് അവസാനിച്ചു കേട്ടോ. ഈ കുറെ കണക്കുകൾ രണ്ടുപേരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഒരു 2 സെക്കൻഡ് നിർത്തി, ഇവരാണ് വോട്ട് പോയവര്, ഇവര് ഇതുവരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യമാണ്. ഇനി ഇവരെ കൊണ്ടുവന്ന് നിർത്തി എല്ലാം കഴിഞ്ഞപ്പോ മാധ്യമപ്രവർത്തകർ ധാരാളം ഇരിക്കുന്നുണ്ട്. ഈ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തു. വെറും 3 പേർക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ആള് ചോദിച്ചപ്പോഴത്തേക്കും, ദിസ് ഇസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ചോദിച്ചതിന് ഉത്തരം പറഞ്ഞോ? ഉത്തരം പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഉത്തരം. അതായത് ഇദ്ദേഹം ഒരു അന്ത്യശാസനമൊക്കെ കൊടുത്തു. ആർക്ക്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക്. എന്താണ് അന്ത്യശാസനം കൊടുത്തത്? ഈ 18 ലെറ്ററുകൾ കൊടുത്തത്, അതിനുള്ള ഉത്തരം ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഈ ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു. ഒരാഴ്ച താങ്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയം കൊടുത്തല്ലോ, ആ ഒരാഴ്ച കഴിഞ്ഞാൽ താങ്കളുടെ നടപടി എന്തായിരിക്കും? ഞാൻ ജനാധിപത്യം അനുസരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഈ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുക, നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് എൻ്റെ ബാധ്യതയല്ല. ഇതൊക്കെ ശുദ്ധീകരിക്കേണ്ടതും കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകേണ്ടതും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ്. അതായത് സുപ്രീം കോടതി ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്, രാഷ്ട്രപതി ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം നന്നാവണം എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എങ്ങും പരാതി കൊടുക്കില്ല, ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങില്ല, ഞാൻ ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും പോയി കുരച്ച് നടക്കും, എന്നോടാരും ഒന്നും ചോദിക്കാനും പാടില്ല, ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലും കാണിക്കില്ല. കഷ്ടം.